നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഒരുപാട് നയങ്ങളാണ് അദ്ദേഹം പുതുതായി അമേരിക്കയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉയർത്തുന്ന തരത്തിലുള്ള നയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് പുതിയതായിട്ട് താരിഫ് പ്രഖ്യാപിച്ചതിൽ നിന്നും ഇറാനെയും അതുപോലെ റഷ്യനെയും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു താരിഫ് പ്രഖ്യാപനമാണ് ട്രംപ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രംപിന് തന്നോട്, അതായത് ഇറാൻ പോലുള്ള രാജ്യങ്ങളോട് ഏറ്റുമുട്ടുന്നതിൽ ഒരു ഭയമുണ്ടെന്നുള്ള തരത്തിലാണ്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും, കാനഡ, മെക്സിക്കോ, ചൈന, എല്ലാ രാജ്യങ്ങൾക്കും അമിതമായിട്ടുള്ള തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ട്രംപ് ഈ രാജ്യങ്ങൾക്കുള്ള നികുതി, അതായത് 10% തന്നെയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു ട്രംപിന്റെ ഒരു ഭയം നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരെയും ആക്രമിക്കാനോ അഥവാ എല്ലായിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു സമയത്തും ട്രംപിന്റെ ഉള്ളിൽ ഒരു ഭയം എവിടെയോ ഉണ്ടെന്നുള്ള ഒരു ഇതാണ്. ഇറാനെതിരെയാണെങ്കിലും ഒരുപാട് ഭീഷണികൾ ട്രംപ് ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു നടപടിക്കും ട്രംപ് മുതിരുന്നില്ല. ഇപ്പം നമുക്കറിയാം ഇസ്രയേലും ഗാസയും നടത്തുന്ന യുദ്ധത്തിലാണെങ്കിൽ പോലും പരോക്ഷമായിട്ട്, അതായത് പിന്നിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ഇസ്രയേലിന് ട്രംപ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ പോലും ഒരുപാട് സഹായങ്ങൾ ട്രംപ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇറാനോടൊരു നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ഒരു ഭയം തന്നെയായിരിക്കും. കാര്യം അവിടെ അങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചുണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ട്രംപിന് തന്നെ ഉണ്ടായിരിക്കും. കാര്യം ട്രംപിനോ അമേരിക്കയ്ക്കോ തടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഒരുപക്ഷെ ഇറാനെ. അങ്ങനെ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇറാന് താരിഫിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇറാന്റെ കാര്യത്തിൽ. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക നിരന്തരം ഈ ഒരു താരിഫിന്റെ കാര്യത്തിൽ മാത്രം. ഇപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും ട്രംപ് സമാധാനം സ്ഥാപിക്കുമെന്ന തരത്തിൽ അതൊരു തീർക്കാനായിട്ട് ഇടപെട്ടപ്പോൾ പോലും കൂടുതലും നിന്നത് റഷ്യയോടാണ്. അതായത് പുട്ടിനെ പിണക്കാതെ ഒരു നല്ല തന്ത്രപരമായ നീക്കത്തിലൂടെയായിരുന്നു ട്രംപ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ റഷ്യക്കെതിരെയും ഇപ്പം റഷ്യയാണെങ്കിലും പല രീതിയിൽ, അതായത് ഇറാനെതിരെ ട്രംപ് ഭീഷണികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ റഷ്യ കൂടുതലും ട്രംപിൻ്റെ, അതായത് അമേരിക്കയ്ക്കെതിരെ ഭീഷണികൾ ഉയർത്തി കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞിരുന്നു. അപ്പം റഷ്യയും ഇപ്പോൾ ട്രംപിനെ ഏകദേശം പുട്ടിനും ചതിക്കുന്ന ആ ഒരു സൗഹൃദത്തിലും ഒരുപാട് വിള്ളലുകൾ ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇറാനെതിരെ വന്നു കഴിഞ്ഞാലും റഷ്യയും ഇറാന് സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ രണ്ട് രാജ്യങ്ങളോട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് തടുക്കാൻ പറ്റത്തില്ല. ട്രംപിനെ തന്നെ അത് അടിച്ചിരുത്തുന്ന ഒരു രീതിയിലേക്ക്. കാരണം ഇവരെല്ലാവരും ഒത്തൊരുമിക്കുകയാണെങ്കിൽ അമേരിക്ക പൂർണ്ണമായിട്ടും തകരുമെന്നുള്ള ഒരു സാഹചര്യം. അതായത് അത് മാത്രമല്ല, ഇപ്പം ട്രംപ് ഉയർത്തിയ ഈ തീരുവ നയങ്ങളാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് വലിയൊരു തിരിച്ചടി. അത് ആഗോള വ്യാപാര യുദ്ധത്തിലാണെങ്കിലും തുടക്കം കുറിച്ചത് ട്രംപ് തന്നെയാണ്. പക്ഷെ അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് യഥാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അമേരിക്കക്കാർ തന്നെ ട്രംപിനെ വെറുക്കുന്നവര്. പക്ഷേ രണ്ടാമത് അദ്ദേഹം ഭരണത്തിൽ ഏറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷ അമേരിക്കക്കാർക്ക് ഉണ്ടായിരുന്നു. കാരണം അമേരിക്ക പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപിനെ അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ട്രംപ് കൂടുതലും വിജയിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ട്രംപിനെ വിജയിപ്പിക്കുകയും അതുപോലെ തന്നെ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിക്ക്. പക്ഷെ അതിൽ നിന്ന് നേരെ തലകീഴായിട്ടായിരുന്നു വന്നത്. ട്രംപ് വന്നതിന് ശേഷം പിന്നീട് ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുക്കാൻ, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിക്കുള്ള ഒരു കാഴ്ചപ്പാട്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുമെന്ന് ഇപ്പം വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധവും അതുപോലെ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് ലോകത്ത് സമാധാനം സ്ഥാപിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. ട്രംപ് അത് വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ട്രംപിന്റെ ഓരോ നയങ്ങളും കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഇനി അമേരിക്കയുടെ നാശമായിരിക്കും. അത് ഇപ്പൊ പ്രകൃതിയിൽ നിന്നും അമേരിക്കയ്ക്ക് വൻതോതിലുള്ള വിപത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും അതുപോലെ കാട്ടുതീയും, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് അമേരിക്ക. ഒരു പക്ഷേ ട്രംപിന്റെ ഇത്തരത്തിലുള്ള ആർഭാടവും അഹങ്കാരമായിട്ടുള്ള രീതികളും ഒക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രകൃതി പോലും തിരിഞ്ഞെന്നുള്ള രീതിക്ക് ഒരുപാട് വാർത്തകൾ അത്തരത്തിലും വരുന്നുണ്ടായിരുന്നു. ലോസ് ആഞ്ചലസിലെ കാട്ടുതീ, അതിനുശേഷം പിന്നീട് ചുഴലിക്കാറ്റ്, ഇനി ചിലപ്പോൾ അമേരിക്ക എന്നുള്ളത് തന്നെ അവസാനിക്കുന്ന രീതിക്കായിരിക്കും. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗാസയിലെ ഇസ്രയേലിലെയും പ്രശ്നങ്ങൾ വരെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സമാധാന ചർച്ച എന്നുള്ള രീതിക്കും ഒരു മധ്യസ്ഥത നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള രീതിക്കൊക്കെ ട്രംപ് വന്നെങ്കിൽ അവിടെ വീണ്ടും ഓരോ ദിവസവും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നല്ലാതെ അവിടെ ആക്രമണങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല. വീണ്ടും നമ്മളിപ്പം ഇസ്രായേൽ ഗാസ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് പോലും അത്
ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ വീണ്ടും ഗാസയെ ഒരു നരകമാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രംപിൻ്റെ പിന്തുണയോട് കൂടി തന്നെയായിരുന്നു. അപ്പം ട്രംപ് കൂടുതലും ഇറാനെയും റഷ്യനെയും ഒന്നും പിണക്കാതെ അവരോടൊപ്പം ഒരു സൗഹൃദത്തെ, ഇപ്പോൾ ഇറാനുമായിട്ട് ഒരു ആണവ കരാറിൽ ഏർപ്പെടാൻ തന്നെ താല്പര്യമുണ്ടെന്ന് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇറാൻ അതിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. താല്പര്യമില്ലെന്ന് തന്നെയാണ് ഇറാൻ്റെ നിലപാട്. അപ്പം ഇല്ല, ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള രാജ്യങ്ങളെ കൂടുതലും അടുത്ത് നിർത്തിക്കൊണ്ട് ഉള്ള നടപടിയാണ് ട്രംപ് കൂടുതലും കൈക്കൊള്ളുന്നത്. ഈ സൗഹൃദങ്ങൾ നിലനിർത്തുകയും വേണം, എന്നാൽ ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ കീഴിലെല്ലാം വരണം എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഒറ്റ കാര്യമാണ് ഇവിടുത്തെ ട്രംപിന്റെ ഓരോ ഓരോ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, അമേരിക്കയുടെ നാശമാണോ അതോ ട്രംപിന്റെ നാശമാണോ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിക്ക് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെല്ലാം ട്രംപിനെതിരെ തിരിയാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം തീരുവ ചുമത്തുന്ന കാര്യത്തിൽ പല രാജ്യങ്ങളും ട്രംപിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തി വന്നിരുന്നു. അപ്പം ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അമേരിക്ക ശരിക്കും തകരുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.